എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കലാകാരികളുമായിട്ടുള്ള യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ യാത്രയിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉള്ളത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ്, എന്താ പറയുക, പാലാക്കാരുടെ മുത്തായ മലയാള സിനിമയുടെ ചക്കരയായ മിയ. അലങ്കാരം ഇത്തിരി കൂടി പോയല്ലേ? അലങ്കരിച്ചപ്പോ ഞാൻ എന്തൊക്കെ പറയണമെന്ന് വിട്ടു, അതുകൊണ്ടാണ്. എന്തിനാ എന്നെ പെട്ടെന്ന് വന്ന അലങ്കാരികമായിട്ടുള്ള വാക്കുകളാണിത്. സിനിമാ വിശേഷങ്ങൾ. ഇനിയിപ്പോ ഉടനെ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുന്നുണ്ടോ? കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കമ്മിറ്റ് ചെയ്ത് വെച്ച് ഒരു പകുതിയായി നിൽക്കുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്, തമിഴിലാണ്. അത് ഇപ്പൊ ഹാഫേ ആയിട്ടുള്ളൂ. അപ്പത്തേക്ക് ഈ കൊറോണയൊക്കെ വന്നത് കാരണം അത് നമുക്ക് ബാക്കി ഇനിയിപ്പം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അതൊന്ന് ഫിനിഷ് ആക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മെയിലും ഒക്കെ ആയിട്ട് ചെയ്യാനിരുന്ന ഒരു മലയാളം പടം ഉണ്ട്, അതും ഈ പറഞ്ഞ പോലെ പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ അഭിനയ ജീവിതത്തിൽ നമ്മളെ വിട്ടു പോകുന്നില്ല. ഇല്ല അഭിനയിക്കുന്ന അശ്വിൻ അതിന് ഫുൾ സപ്പോർട്ടാണ്. അടിമനൊക്കെ ആദ്യമേ പറഞ്ഞ് ബോധ്യപ്പെട്ടു. അതെ ഒരുപാട് ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ രാജേട്ടന്റെ കൂടെ, പൃഥ്വിരാജിന്റെ കൂടെ ആയിരിക്കും അഭിനയിച്ചിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒന്നൊക്കെ പറയൂ. രാജേട്ടന്റെ പടങ്ങളാണ് കൂടുതൽ ചെയ്തത്, 5 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോ പാവാട എന്ന് പറഞ്ഞൊരു ഫിലിമിലാണ് ഞങ്ങൾ രണ്ടുപേരും പേരായി വന്നിട്ടുള്ളൂ. മറ്റേതെല്ലാം വേറെ ക്യാരക്ടർ ആയിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ 5 പടങ്ങളും ശ്രദ്ധിക്കപ്പെട്ട മൂവീസ് ആയിരുന്നു. ഇപ്പം ഏറ്റവും മെമ്മറീസ് ആണെങ്കിലും ഹിറ്റായ ഒരു മൂവിയായിരുന്നു പാവാട. ഹിറ്റായിട്ടുള്ള മൂവിയായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസും നല്ല ഹിറ്റായ മൂവിയാണ്. ഞങ്ങൾ ഒന്നിച്ചുള്ള പെയർ ആയിരുന്നില്ല ഡ്രൈവിംഗ് ലൈസൻസിൽ, ഞാൻ സുരാജേട്ടന്റെ പെയറായിട്ടാണ് ചെയ്തത്. പക്ഷേ രാജേട്ടനാണെങ്കിലും സുപ്രിയ ചേച്ചി, രാജേട്ടൻ പറഞ്ഞത് സുപ്രിയ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിയയുടെ ക്യാരക്ടറാണ്, മിയയുടെ പെർഫോമൻസ് ആണ് ഇഷ്ടമായെന്നാണ് രാജേട്ടൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ശരിക്കും പൃഥ്വിരാജ് എന്ന് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ക്യാരക്ടറിനെ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ ആരാധിക്കുന്ന ഒരു പേഴ്സണിന്റെ വൈഫായിട്ടാണ് മിയ ചെയ്തിരിക്കുന്നത്. റിയൽ ലൈഫിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനോട് ആരാധന ഉള്ള ഒരാളാണോ? അദ്ദേഹം അച്ചീവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയ ഒരാളാണ്. അപ്പോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്, സ്നേഹമുണ്ട്. അദ്ദേഹം എപ്പോഴും തല ഉയർത്തി പിടിച്ചൊരു നിൽക്കുന്ന ഒരു ആളാണ്. അതെന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നും ആ ഒരു ഹൈ പൊസിഷൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് മനസ്സിൽ എന്റെ ഒരു ആഗ്രഹം. ബിജു ചേട്ടൻ ചേട്ടായിസ് പോലുള്ള ഒരു കണക്ഷനാണ്. അപ്പൊ ഒരു ചേട്ടായി അങ്ങനത്തെ ഒരു സ്നേഹമാണുള്ളത്. ചാക്കോച്ചൻ ഞാൻ വിട്ടുപോയി. കാരണം ആ സോങ് എല്ലാ മലയാളികളും ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു. എനിക്ക് സോങ്ങേ ഇല്ലാതിരുന്നൊരു ആളായിരുന്നു. എന്നെ പെട്ടെന്ന് ഒന്ന് രജിസ്റ്റർ ആക്കിയ പാട്ടെന്ന് പറയുന്നത് വിശുദ്ധനിലെ സോങ് ആണ്. അപ്പൊ ഞാൻ വേറെ ലാംഗ്വേജ് തമിഴും ഒക്കെ ചെയ്യാൻ വേണ്ടി പോയപ്പോഴും അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യം, ആ സോങ്ങിനകത്ത് നിങ്ങളെ കണ്ടിട്ടുണ്ട്, നല്ല പാട്ടാണ്. അവർക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിലും അവർ ആ പാട്ട് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് വാട്ട് അബൌട്ട് സുരാജേട്ടൻ? ഇപ്പൊ സുരാജേട്ടനും നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ഇന്നലെ കൂടെ മെസ്സേജ് ചെയ്തേ ഉള്ളൂ സുരാജേട്ടന്. ഒരുപാട് സ്നേഹത്തോടെ, എന്താ പറയുന്നത്, ശരിക്കും ഒരു ചേട്ടന് ഒരു അനിയത്തിയോട് മിണ്ടുന്ന ഒരു ടോണാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ വെഡിങ്ങിന്റെ കാര്യമാണെങ്കിൽ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതെടി അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിക്കും നമ്മുടെ ഒരു ചേട്ടൻ നമ്മളോട് എങ്ങനെ മിണ്ടുന്നോ അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ എന്താണ് മിയ വേറെ വിശേഷങ്ങൾ? അപ്പൊ ഇനി എന്താണ് സ്വാസികയുടെ നെക്സ്റ്റ് എന്തൊക്കെയാണ്? ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് മറ്റേ ആ ഷോർട്ട് ഫിലിം അതൊക്കെ ഞാൻ ഭർത്താവിന് പണി കൊടുക്കുന്ന ആ ഷോർട്ട് ഫിലിം ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതൊന്നും കണ്ട് പഠിക്കരുത് കേട്ടോ. ഇല്ല ഞാനത് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തു ഈ ലോക്ക്ഡൌൺ സമയത്ത്. പിന്നെ എന്റെ പുതിയത് വരാനുള്ളത് ഞാനും സുരാജ് ചേട്ടനും കൂടി ഒരു മൂവി ചെയ്യാനുള്ളൊരു ഇതിലാണ്. അതിങ്ങനെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നീട്ടി വെച്ചതാണ്. എത്രയും പെട്ടെന്ന് തുടങ്ങും എന്നുള്ളത്. നല്ലൊരു കോആക്ടറാണ്, അടിപൊളിയാണ്. അതെ ആൻഡ് സുരാജ് ചേട്ടനും ഈ പറഞ്ഞ പോലെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ആ ഷൂട്ട് തുടങ്ങും. പിന്നെ എന്റെ വിശേഷമല്ലേ റെഡ് കാർപ്പറ്റ്. പുതിയതായിട്ട് ഞാൻ ആങ്കറിങ് അധികം ഒന്നും ട്രൈ ചെയ്യാത്ത ഒരു സംഭവമാണ്. അതാണ് റെഡ് കാർപ്പറ്റിലൂടെ ഞാനിപ്പോ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. താങ്ക് യു. എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഒരു അഭിനേത്രി ആയതുകൊണ്ട് ഇത് വളരെ ഈസി ആയിരിക്കും. ഞാൻ ഈ വിഷ്വലിൽ കാണിക്കും, കുറച്ച് കാര്യങ്ങൾ കാണിക്കും. അത് എന്താണെന്ന് വെച്ചാൽ എന്നെ വളരെ മനോഹരമായിട്ട് നന്നായിട്ട് അഭിനയിച്ച് കാണിക്കണം. എന്നെ ചതിക്കരുത് കേട്ടോ. നന്നായിട്ട് അഭിനയിച്ച് എന്നെ കാണിച്ച് എന്നെ കൊണ്ട് ആൻസർ പറയണം. അപ്പൊ കൈ നിറയെ സമ്മാനങ്ങൾ ഞങ്ങൾ. റെഡിയാണോ? ശരി. കൈ നിറയെ സമ്മാനങ്ങളൊക്കെ എന്നെ വീഴ്ത്തുന്നത് എങ്ങനെയാന്ന് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ എന്തായാലും സ്വൈപ്പ് ചെയ്യാൻ പോണേ. ഓക്കെ. താളം, വട്ടം, താളവട്ടം, താള
കണ്ടോ, വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. അടുത്തത് ഞാൻ swipe ചെയ്യാൻ പോവാണ്. കണ്ടോ? കണ്ടു. അത് എണീറ്റ് നിന്ന്. ഓ എണീറ്റോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഓക്കെ, അതിപ്പോ ആക്ച്വലി ചെയ്ത് കാണിക്കേണ്ടി വരും, എനിക്കറിയില്ല. ആ ചെയ്തോ, ട്രൈ ചെയ്തോ. ഞാൻ ഇല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി പോവും. ഓക്കെ, ഇതിന്റെ ആൾക്കാരൊക്കെ എന്നോട് ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ. ഇതിന്റെ മെയിൻ ആൾക്കാര്. ഓക്കെ, മാർഗം കളി അല്ല, ഓട്ടം തുള്ളൽ, ഓട്ടം തുള്ളൽ. ഞാൻ പെട്ടെന്ന് നീ അത് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു മാർഗം കളി. അയ്യോ എന്നോട് ക്ഷമിക്കുക. ഞാൻ 2 ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അടുത്തത് 3 1 2 3 നമ്പർ. ഓ ഇല്ല, മാച്ചു മാച്ചു. കൈ, തല, വീണു, പുറം. കൈയും തലയും പുറത്തിടരുത്. ഓ മൈ ഗോഡ്, അടിപൊളി അടിപൊളി, നന്നായിട്ട് അഭിനയിച്ചു. ഇനി അടുത്തത്, ഈശ്വര ഞാൻ എല്ലാ ആൻസറും പറയാണ്. സമ്മാനം മിയക്ക്. വാവ, കുഞ്ഞ്, കുട്ടി, കുഞ്ഞ്, കുട്ടി, വാവ, ബേബി, ബേബി, കിഡ്. ഇംഗ്ലീഷ് ആണോ മലയാളാണോ? മലയാളം. കുഞ്ഞ്, വാവ, മോനു, ചക്കര, മോളു, കൊച്ചിന് റിലേറ്റ്, കൊച്ച്. ഓ കൊച്ച് 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 കൊച്ച്. സിനിമ സിനിമ പേര് കൊച്ചു കൊച്ചു സന്തോഷം. കൊച്ചു സന്തോഷങ്ങൾ. കുറച്ച് പെർഫോമൻസ് കാണാനുണ്ട്, അവരുടെ വിശേഷം കേൾക്കാനുണ്ട്. ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് റെഡ് കാർപ്പറ്റിന്റെ ഒരു ഷോ റീൽ നമുക്ക് കാണാം. ഓക്കെ ഓക്കെ. എൻ്റെ പേര് വന്ദന. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കരയിൽ താമസം. ഞാനിപ്പോൾ സ്വാതിരുന്നാൾ കോളേജിൽ സെക്കൻഡ് ഇയർ BPA വോക്കൽ സ്റ്റുഡൻ്റാണ്. ഒവ്വൊരു പൂക്കളുമേ சொல்கிறதே வாழ்வென்றால் പോരാടും പോർക്കളമേ. ഒരു കാലുമായി പിറന്ന് വിധിയോട് പോരാടി നടന്നു തുടങ്ങാനും ചുവടുകൾ വെക്കാനും ശ്രമിച്ച് മികച്ച നർത്തകിയായി മാറിയ വന്ദന ജീവിതം നൃത്തത്തിനായി സമർപ്പിച്ച അത്ഭുത പ്രതിഭയാണ്. ഇതെൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് രവീന്ദ്രൻ. അച്ഛന് കൂലിപ്പണിയാണ്, കെട്ടിടത്തിൻ്റെ കമ്പിയാണ് കെട്ടുന്നത്. പിന്നെ അമ്മ വത്സല, ഹൗസ് വൈഫാണ്. ഊർജമായി എന്നും പിന്തുണ നൽകുന്ന അച്ഛനമ്മമാരുടെ പ്രിയപ്പെട്ട ഈ മകൾ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്ന് നേരിട്ട് പ്രശംസ ഏറ്റുവാങ്ങിയ കലാകാരിയാണ്. എല്ലാത്തരം ഡാൻസും ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ എന്ന് പറയുന്നതിൽ തന്നെ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം ഇതെല്ലാം ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ ബിരുദ പഠനത്തിൻ്റെ തിരക്കിൽ നിന്നും പെൺപ്രതിഭകളുടെ വേദിയിലെത്തിയ വന്ദനയ്ക്ക് സ്നേഹപൂർവ്വം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വീണ്ടും ഒരു അതുല്യ പ്രതിഭ വരാൻ പോവാണ്. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആണ്, ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയല്ലേ. ഇതേപോലുള്ള കലാകാരികളാണ് നമ്മുടെ നാടിനും അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യം. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാണ് റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വന്ദന VR. വന്ദന, വന്ദനയുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻസ്പിറേഷൻ ആണ് ഒത്തിരി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒത്തിരി കുട്ടികൾക്ക് എല്ലാവർക്കും. അപ്പോൾ എങ്ങനെയാണ് വന്ദനയുടെ ഒരു ജേർണി, ഈ ഡാൻസിനോടുള്ള ഒരു ഇഷ്ടം വരാനും ആ ഡാൻസിനെ ഇങ്ങനെ ഇത്രയും മനസ്സിൽ കൊണ്ട് നടക്കാനൊക്കെ? ഞാൻ ശരിക്കും 6 വയസ്സ് മുതൽ സംഗീതം പഠിച്ചു തുടങ്ങിയതാ. 8 വയസ്സ് മുതൽ ഡാൻസിലോട്ട് വന്നു. അത് എൻ്റെ കസിൻസ് 2 പേരും ക്ലാസിക്കൽ ഡാൻസേഴ്സാണ്. അപ്പം അവർ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ പോയി നിന്ന് നോക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാട്ട് പഠിക്കുന്ന അവിടുത്തെ ടീച്ചറിൻ്റെ അവിടെ ഈ വാർഷികാഘോഷങ്ങൾ നടക്കുമല്ലോ. അപ്പം ടീച്ചറോട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ അവിടെ ചെന്നിങ്ങനെ നോക്കിയിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു. അപ്പോൾ ടീച്ചർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ടീച്ചറെ അത് പിന്നെ എനിക്ക് പഠിക്കണം. അത് നിനക്ക് പറ്റുമോ? ടീച്ചർ ഞാൻ ഒന്ന് കളിച്ചു നോക്കാം. പറ്റൂലേന്ന് എനിക്കറിയില്ല, കളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ ശരി. അപ്പം ടീച്ചർ ഫസ്റ്റ് എന്നെ പഠിപ്പിച്ചത് ഗ്രൂപ്പ് ഫോക്ക് ഡാൻസ് ആയിരുന്നു. അപ്പം ടീച്ചർ ആദ്യമേ പറഞ്ഞു ആരും വന്ദനയെ തട്ടാനും മുട്ടാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു.
അപ്പം ടീച്ചർ പിള്ളേർ പറഞ്ഞു ശരി, ഇല്ല ടീച്ചർ തട്ടത്തില്ല. കളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വാർഷികത്തിൻ്റെ അന്ന് ടീച്ചറിന് ഫുൾ ടെൻഷനാണ്, ഇവളെങ്ങനെ കളിക്കും എന്ന് വെച്ചാൽ പിള്ളേർ തട്ടുമോ എന്താണ് ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ സ്റ്റേജിൽ കയറി കളിച്ചു കഴിഞ്ഞതും പുറത്തിരുന്ന ടീച്ചർ നേരെ ഓടി കയറി വന്ന് ഒരു പെട്ടെന്ന് തന്നെ അങ്ങ് ഹഗ് ചെയ്തു. ഞാൻ എന്താ ടീച്ചർ? അപ്പോൾ ടീച്ചർ പറയാം, അയ്യോ മോളെ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ കളിക്കുമെന്നുള്ള കാര്യം, എനിക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു, മോള് ഇനിയും നല്ല ഉയരത്തിൽ എത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പം ടീച്ചറിന്റെ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് വന്ദന ഇതുപോലുള്ള ഒരുപാട് സ്റ്റേജുകൾ പെർഫോം ചെയ്യാനൊക്കെ പറ്റിയത്. ആൻഡ് നമുക്കൊരു നൃത്തം എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ ഫുൾ ബോഡി അതിൽ ഇൻവോൾവ് ആയിരിക്കണം. പക്ഷെ ഉള്ള ഒരു കുറവിനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഒത്തിരി പെർഫോമൻസുകൾ ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. അതെ അതെ, ഒരു പ്രോഗ്രാമിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പെർഫോം ചെയ്യുന്നത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ്. അല്ലാതെ ഞാൻ എവിടെ ഒരു പ്രാവശ്യം ഞാൻ ടിവിയിലും കണ്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പെർഫോമൻസുകൾ വന്നിട്ടുണ്ട്. ഇപ്പം എഗെയിൻ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം നേരിട്ട് കാണാൻ പറ്റിയിരിക്കുകയാണ്. നമ്മള് അച്ഛൻ്റെ അമ്മയുടെ കാര്യം കൂടെ നമസ്കാരം, അവരിങ്ങനെ നിഴല് പോലെ കൊണ്ട് നടക്കുകയാണ്. നമസ്കാരം. അച്ഛന്റെ പേര് പറയൂ. രവീന്ദ്രൻ. അമ്മയുടെയോ? വത്സല. അപ്പോൾ വത്സലാമയും രവീന്ദ്രൻ അച്ഛനും ഒക്കെ നമ്മുടെ വേദിയിൽ വന്നു. ആൻഡ് മിയ പറഞ്ഞു നിങ്ങൾ എപ്പോഴും വന്ദനയുടെ കൂടെ നിഴല് പോലെ ഉണ്ടാവാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ അല്ലേ? സന്തോഷം തോന്നാം. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് കാരണമാണ് വന്ദനയ്ക്ക് ഇത് ഇത്രയും പെർസ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ പാട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? പഠിക്കുന്നത് പാട്ടിലോട്ടാണ്. പക്ഷെ ഡാൻസ് ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇനിയാണ് ഞങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ആ നൃത്തം. എല്ലാം സെറ്റ് ആണല്ലോ അല്ലേ? ഏത് പാട്ടാ? ഡോലാരെ. ഓ മൈ ഗോഡ്, ഡോലാരെയോ? അടിപൊളി. അപ്പൊ നമ്മളിനി ഞങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് വേഗം തന്നെ പെർഫോമൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
വന്ദന ഗ്രേറ്റ് പെർഫോമൻസ്, ഗ്രേറ്റ്. ഒരുപാട് സന്തോഷമായി വന്ദന ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോ. നല്ല, അതായത് നല്ല ചിരിച്ച മുഖത്തോടുകൂടി എക്സ്പ്രഷൻസ് ഒക്കെ സൂപ്പർബ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. എക്സ്പ്രഷൻ ഒന്നും ലിറിക്സും എല്ലാം പാടിക്കൊണ്ട് തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. ഇത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഡാൻസ് ആണ്, അല്ലെങ്കിൽ അത്രയും ലെങ്തി ആയിട്ടുള്ള സോങ് ആണ്. ലെങ്തി സോങ് ആണ്, ഭയങ്കര ബീറ്റ് ആണ്. നമ്മൾ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബ്ലാങ്ക് തോന്നുകയും ചെയ്യും. പക്ഷെ എവിടെയും വിടാതെ ത്രൂ ഔട്ട് നല്ല, എന്താ പറയാ, നല്ല എനർജിയിലാണ് ചെയ്തത്. വലിയൊരു കൈ നമ്മുടെ വന്ദന കുട്ടിക്ക് നല്ല മിടുക്കിയായിട്ട് പെർഫോം ചെയ്തു. അച്ഛനും അമ്മയും എന്ത് പറയണു? നിങ്ങൾ ഈ ഡാൻസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ വന്ദനക്കുട്ടി ഒരുപാട് കളിക്കുന്ന ഡാൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡാൻസ് പാട്ടുണ്ടോ? അവളെ ഏത് ഡാൻസ് കളിച്ചാലും ഞങ്ങൾക്ക് മോള് കളിക്കുന്ന കണ്ടാ മതി അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഈ അച്ഛൻ്റെ അമ്മയുടെയും സന്തോഷം ഇതുപോലെ തന്നെ ഒരുപാട് വേദികളിൽ മോള് കളിക്കുന്ന കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. സോ മിയ ഹാപ്പി അല്ലേ? ഒരുപാട്. ഞാനിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. അപ്പൊ ഇനിയും കാണണം. തീർച്ചയായിട്ടും ഇത് വിട്ടുകളയരുത്. ഈ എനിക്കൊരു കാലില്ലാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിടത്ത് ഒതുങ്ങിയിരുന്നാലേ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പം എൻ്റെ ഉള്ളിലുള്ള കഴിവ് കൊണ്ടുവന്നത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ഞാൻ എന്താ പറയാ, അവരുടെ മോളായിട്ട് ജനിക്കാൻ പറ്റിയത് ഞാൻ ഏറ്റവും വലിയൊരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രയും സപ്പോർട്ട് എനിക്ക് എൻ്റെ ലൈഫ് ഇത്രയായി, പക്ഷെ ഇത്രയും ഇതിന് അവർ തന്നെയാണ് കൂടെ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഗുരുക്കന്മാർ, പിന്നെ ഞാൻ ആരാധിക്കുന്ന ഒരാളുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ, എന്തായാലും എൻ്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വന്ദനക്കുട്ടിയുടെ കൂടെ ഉണ്ട്. ഭഗവാൻ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നതാണ്. ഈ അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കുന്നു ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഇവരുടെ അടുത്ത് തന്നെ വന്ദനേനെ എത്തിച്ചതും. അതെ, അതുകൊണ്ട് അവരിങ്ങനെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. ഭഗവാൻ തന്നെയാണ്. അത് എന്താണ്, ഞങ്ങൾക്ക് സന്തോഷമാണ് ഇങ്ങനെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നത് കാണുന്നത്. അപ്പോ നിങ്ങൾ എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ആ മൊമെന്റ് പ്രസന്റ് ചെയ്യാം. അപ്പൊ നല്ലൊരു എപ്പിസോഡായിരുന്നു. നല്ല പെർഫോമൻസ് കാണാൻ പറ്റി, വന്ദനയെ പരിചയപ്പെടാൻ പറ്റി, അച്ഛനെയും അമ്മയും കാണാൻ പറ്റി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്.